welcome to my channel for my wife. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബിൽ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ വരൂ നമുക്ക്. അപ്പോൾ ഇന്നിവിടെ ഒരു വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉള്ളി വടയാണ്. സാധാരണ ഹോട്ടലിൽ നിന്നും മറ്റും കാണുന്ന ആ രീതിയിലുള്ള ഒരു ഉള്ളി വടയല്ല. ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കും. ഇനി നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് നല്ല ഉടച്ച് മിക്സ് ചെയ്യണം. ഒരു ഉള്ളിയുടെ ഏതാലിൻ്റെ മുകളിൽ വേറൊരു ഉള്ളി പാടില്ല. എല്ലാം വേർതിരിച്ച് നമുക്ക് എടുക്കണം. അപ്പോഴേ നമ്മൾ ഈ ഉള്ളിവട ക്രിസ്പിയായി വരികയുള്ളൂ. കണ്ടില്ലേ, സെപ്പറേറ്റ് ആക്കി നമ്മൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ ഞാൻ ഇവിടെ കടലമാവ് 1/4 കപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടി എടുക്കുന്നത് വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആയി കിട്ടും. അതിന് വേണ്ടിയാണ് അരിപ്പൊടിയും കൂടെ എടുക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കൈ കൊണ്ട് ഇതിനെ നല്ല മിക്സ് ആക്കണം. നല്ലതുപോലെ വിരവി എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഉപ്പും ഈ കുരുമുളക് പൊടിയും എല്ലാം പിടിച്ച് ഓരോ ഉള്ളിയുടെ ഇതെല്ലാം പിടിക്കണം. കാര്യം നമ്മളിതിനെ വെള്ളം ഇവിടെ പേരിന് വേണ്ടി ഇങ്ങനെ നനച്ച് കൊടുക്കുന്നേ ഉള്ളൂ. വെള്ളം കൂടുതൽ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണ്ട, ഒന്ന് നനച്ച് എടുത്താൽ മതി. കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഒരുമിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല. ഈ അരിപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പിയായി തന്നെ ഒരു ഫോമിലാണ് ഈ ഉള്ളിവട കിട്ടുന്നത്. ആണ് കടലമാവും അരിപ്പൊടിയും സമസമാണ്. നമ്മളെ കുഴച്ചെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചൂടായി ഞങ്ങൾക്ക് കൊടുക്കാം. അരിമാവ് കൂടി ചേർത്തുകൊണ്ട് ചെറിയതായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എണ്ണ ചൂടായി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ബ്രൗൺ കളറായി കഴിഞ്ഞ് നമുക്ക് കോരി മാറ്റാം. അത് നമുക്ക് എല്ലാം ഇതേപോലെ പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചപ്പിച്ചും എടുക്കാം. ഏത് ഷേപ്പിനാണോ എടുക്കാം. ഇതേപോലെ ഉരുട്ടി വന്നിട്ട് എങ്ങനെ ആക്കിയാൽ അത് ഈ ഷേപ്പാണ്.